ഹായ്. അപ്പൊ എന്തൊക്കെയുണ്ട് ഹലോ. വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല അല്ലേ? അതെ, എനിക്ക് പനിയായി പോയി. അത് കാരണം വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ വയ്യ. അങ്ങനെ കുറച്ച് ദിവസം ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. എല്ലാം സ്റ്റോപ്പായി നിൽക്കുമായിരുന്നു. ഒരു ദിവസം രാത്രി ആയപ്പോഴത്തേക്ക് അച്ഛന് 12:45 എനിക്ക് ശ്വാസം മുട്ടായി. അങ്ങനെ നമ്മൾ NS ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങൾ തിരിച്ചു വന്നത് രാവിലെ 3 മണിയായപ്പോഴത്തേക്കായിരുന്നു. അപ്പൊ ബ്ലഡിൽ കുറച്ച് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ കുറെ ഇഞ്ചക്ഷനും റെസ്റ്റ് മരുന്നൊക്കെ കഴിഞ്ഞു, എടുക്കാനൊക്കെ പറഞ്ഞു. റെസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇന്ന് മരുന്നൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇന്ന് അച്ഛന് കുറച്ച് ബുദ്ധിമുട്ടുകളും കൂടെ ഉണ്ട്. എന്തൊക്കെയാ? ചുമയുണ്ട്, അതുപോലെ തന്നെ കഫവും ഉണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വൈകുന്നേരം ഈവനിങ്ങിൽ ഞങ്ങൾ ഒരു ഡോക്ടറെ കാണാൻ പോകും. അപ്പൊ ആ ഡോക്ടറെ ഒന്ന് പോയി കണ്ടു നോക്കാം. NS തന്നെയാണ് കേട്ടോ. അപ്പൊ ആ ഡോക്ടറെ ഒന്ന് പോയി കാണാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ, കുറച്ച് വിഷ്വൽ ഞാൻ എടുത്തായിരുന്നു. അന്ന് പോയ ദിവസം കുറച്ച് വിഷ്വൽ എന്തെങ്കിലും ഉണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുക. ഞങ്ങൾ മാസ്ക് ഒക്കെ ആയിട്ടാ പോയത്. ചെയ്യുന്ന മാസ്ക് നെബുലൈസ് ചെയ്യാനായിട്ട് ശ്വാസം മുട്ടായതുകൊണ്ട് കഴിഞ്ഞ തവണ ഇങ്ങനെ ശ്വാസം മുട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ പോയപ്പോ അവിടുന്ന് തന്നായിരുന്നു. അത് പറഞ്ഞായിരുന്നു, അത് വെച്ചേക്കണം, ഇനി വരുമ്പോ അത് കൊണ്ടുവന്നാൽ മതി. ഇപ്പൊ പുതിയത് മേടിക്കേണ്ടി വരത്തില്ല, ഇത് കളയാതെ സൂക്ഷിച്ചു വെച്ചിരുന്നാൽ മതി. ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് തന്നെ കൊണ്ടുപോയി ചെയ്തു. ഇനിയിപ്പോ താണ്ട് വീണ്ടും അത് കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തായാലും ഇനി ആവശ്യം വരുമായിരിക്കാം. സ്വാഭാവികമായിട്ട്. കാര്യം അച്ഛന് ശ്വാസം മുട്ട്, പൊടി അടിച്ചാലൊക്കെ ശ്വാസം മുട്ട്. അപ്പൊ അതൊക്കെ ഉണ്ടായതുകൊണ്ട് അത് ഞങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾ നേരെ NSലോട്ട് പോകുന്നു. വീണ്ടും ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കുന്നു. അപ്പൊ എന്തായാലും ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അന്ന് പിന്നെ ഒട്ടും വയ്യാഞ്ഞോണ്ടാ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. അപ്പൊ എന്നാലും ഏട്ടൻ കുറച്ചൊക്കെ എടുത്തു. കുറച്ചൊരു ക്ലിപ്പ് ഉണ്ട്. ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് നേരെ എങ്ങോട്ട് അടിച്ചു പോകണ്ട്? NSലോട്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം. ഫ്ലാഷ് ബാക്ക്. സമയം എത്രയാടാ? എന്ത് പറ്റി? ശ്വാസം മുട്ട്. ആയുധങ്ങളൊക്കെ എന്ത് നെബുലൈസ് ഒക്കെ ചെയ്ത് വന്നിരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഉണ്ടോ? അപ്പൊ ഇനിയും ഒന്നുകൂടെ നെബുലൈസ് ചെയ്യേണ്ടി വരുമോ? അങ്ങനെ നമ്മളിപ്പോ ഇവിടെത്തി. NS ഹോസ്പിറ്റലിന്റെ അടുത്ത് കേട്ടോ. ഇതാണ് NS ഹോസ്പിറ്റല്. പിന്നെ ഇപ്പം പുതിയൊരു ബിൽഡിംഗും കൂടെ വന്നല്ലേ നമ്മുടെ ബാക്കിൽ. അതെന്ത് വെച്ചു? അത് ഇവിടെ ഗൈനക്കോളജിസ്റ്റിന്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു. അത് മാത്രമേ ഉള്ളൂ തോന്നുട്ടോ. ഫ്രണ്ടിലൊരു പിന്നെ ചിൽഡ്രൻസിന്റെ ഉണ്ടെന്ന് തോന്നുന്നു. അറിയാൻ വയ്യ. പക്ഷെ ഗൈനക്കോളജിസ്റ്റിന്റെ ഇങ്ങോട്ടാക്കിയെന്ന് പറഞ്ഞു. അത് നമ്മളന്ന് ചോദിച്ചപ്പോ പറഞ്ഞു. പുതിയ ബിൽഡിംഗ് കേട്ടോ. പോവാം. ഇപ്പം ഡോക്ടറെ കണ്ടിട്ട് വരാം. അതെ. ഡോക്ടറുടെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ മഴ കണ്ടില്ല, ഞാൻ തണുപ്പുള്ളത് കഴിച്ചില്ല. ഇല്ല. സത്യത്തില് ഇത് എങ്ങനെ ഈ പനി വന്നേ? പനി വന്ന് ഐസ്ക്രീം കഴിച്ച്. എത്രണ്ണം കഴിയത്തില്ല. ഓരോ വീഡിയോ ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രം ഐസ്ക്രീം കഴിച്ചത്. താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. പക്ഷെ പനിയായിപ്പോയി. പനിയായി. ഇനിയിപ്പോ അകത്തോട്ട് പോവാം. അപ്പൊ എങ്ങോട്ടാ? ATM ന്ന് പൈസ എടുക്കാൻ പോവാ. എന്താന്ന് വെച്ചാൽ ഇവിടെ റേഞ്ച് കിട്ടത്തില്ല, വലിയ പാടാ. അപ്പൊ ഞാൻ ATM പൈസ എടുത്തിട്ട് വരാം. അങ്ങനെ ഏട്ടൻ പൈസ എടുക്കാനായിട്ട് പോയി. സംഭവം ഞാൻ പൈസയൊക്കെ എടുത്തു കേട്ടാ. കാർഡ് വന്ന് പൈസ വന്നില്ലല്ലോ. അയ്യോ, ഇല്ല, പൈസ വന്നു. എനിക്കിത് മതി. ഇതിന്റെ സ്ക്രീൻ നോക്കി, ഇത് കാണിക്കാൻ വേണ്ടി ഈ സ്ക്രീൻ നോക്കി. കാനറ ബാങ്ക് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. NS ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഇതിന്റെ സ്ക്രീൻ ഭയങ്കര മോശമായിട്ടിരിക്കും. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടിരിക്കും. നമുക്ക് കാണാൻ പറ്റുന്നില്ല, നേരെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫുള്ള് കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ. സ്ക്രീൻ നല്ല ഡാമേജ് ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് റീപ്ലേസ് ചെയ്താൽ കുറച്ച് ഉപകാരമായിരുന്നു. കാര്യം ഇവിടെ വരുന്നവർക്ക് എടുക്കാൻ ഉപകാരം. ഇവിടെ റേഞ്ച് കിട്ടത്തില്ല, വലിയ പാടാണ്. നമുക്ക് ഫോൺ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റത്തില്ല, റേഞ്ച് കിട്ടാൻ വലിയ പാടാണ്. അപ്പൊ അതൊന്നും നോക്കാം. ഇനിയിപ്പോ അകത്തോട്ട് കയറാൻ പോകുന്നതുകൊണ്ട് ഞങ്ങൾ മാസ്ക് എടുത്ത് വെച്ചല്ലേ. മാസ്ക് വെക്കാം, മാസ്ക് യൂസ് ചെയ്യാം. ഹോസ്പിറ്റലല്ലേ, നമ്മൾ മാസ്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നല്ലതാണ്. വെക്കണമെങ്കിൽ വെക്കാം, വെക്കണ്ടാത്തവർക്ക് വെക്കണ്ട. നമ്മൾ പക്ഷേ അകത്തോട്ട് പോകാം കേട്ടോ. ATM പൈസ ഒക്കെ എടുത്തു. ATM സ്ക്രീൻ ഭയങ്കര മോശമായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. നമുക്ക് അകത്തോട്ട് പോകാം. ലോബി കാണിച്ചപ്പോൾ പറഞ്ഞു അടുത്ത ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. ഡോക്ടർ പേടിച്ച് വരച്ചിരിക്കുക കേട്ടോ. നമുക്ക് കിട്ടിയേക്കുന്ന ടോക്കൺ നമ്പർ 27, 24 ആയതേ ഉള്ളൂ. ടെൻഷനുണ്ടോ? പേടിക്കണ്ട, നമുക്ക് കയറി നോക്കാം. കോഫി തന്നെ പറഞ്ഞു. 2 കോഫി. ഇവിടുന്ന് കോഫി കുടിക്കാം. പേടിച്ചു പോയല്ലേ? എന്താ വിചാരിച്ചു? ഇപ്പൊ കൊണ്ട് എക്സ്റേ എടുക്കേണ്ടി വരും. എന്നിട്ട് കുടിച്ചുകൂടാൻ തോന്നുന്നു കേട്ടാ.
എനിക്കും കോഫിയാണ്. കോഫി 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 കുടിക്കാവോ? കോഫി എനിക്ക് തലവേദന എടുക്കുന്നത് അതുകൊണ്ടാണ്. കൂടെ ഇറക്കി വരുന്നത് ഇത് കൊള്ളാം കേട്ടോ. ഇത് കൊള്ളാം, പെട്ടെന്ന് ഇറങ്ങാൻ പറ്റി. കോഫി കുടിച്ച അടിപൊളി കോഫി. അടിപൊളി കോഫി. നമ്മൾ കണ്ട ഡോക്ടറിന്റെ റൂമത്തേക്കാ. ആണല്ലേ? ഈ കാണുന്ന ഡോക്ടറെ കണ്ട റൂം. എടാ നമ്മളറിയാതെ പോയല്ലോ. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇതിങ്ങനെ എക്സ്പാൻഡ് ആയി വന്നോണ്ട് സംഭവം ഇവിടുന്ന് മോഷണം പോത്തില്ല എന്നുള്ള വിശ്വാസത്തില് അല്ല, മറന്നു വെച്ചതാ. വണ്ടിയുടെ ചാവി ബൈക്കിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് നോക്കി, ചാവി ഇതിനകത്ത് തന്നെ ഇരിക്കുവോ? മറന്നുപോയി. എന്തായാലും വേറെ എവിടെയും വെച്ച് ഇങ്ങനെ ഞാൻ ഭാഗ്യം. സത്യം പറഞ്ഞാൽ മറന്നുപോയി. വന്ന വേഗത്തിൽ പെട്ടെന്ന് വന്നു. അങ്ങനെ അകത്ത് വീട്ടിൽ തിരിച്ചിറങ്ങി വന്നു പറയച്ചു എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. നമ്മള് ജനറൽ ഒപിയിൽ കാണിക്കാനായിട്ടാ പോയത്. അങ്ങനെ ജനറൽ ഒപിയിൽ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഫിസിഷ്യനെ കാണിക്കണമെന്ന്. കിളി പോയി. അത് മാത്രമല്ല എക്സ്റേ ഒക്കെ എടുക്കണം, ഇത്തിരി കൺജക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒന്നുകൂടെ കിളി പോയി. ഞാൻ വിചാരിച്ചോ തീർന്നു. പേടിച്ച് വരച്ചിരിക്കുന്ന കുറച്ച് ഭാഗമുണ്ട്, അത് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ ഇതിനകത്ത്. എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ മെഡിസിൻ ഒക്കെ തന്നു ഒരാഴ്ചത്തേക്ക് അല്ല 2 ദിവസത്തേക്ക്. അത് കഴിച്ചിട്ട് കുറവില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയും വേണം. അതുപോലെ തന്നെ പിന്നെ എന്തുവാ ഇൻഹേലർ എടുക്കുകയും വേണം എന്ന് പറഞ്ഞു. എക്സ്റേ എടുക്കുകയും വേണം. ഇത്രയും കാര്യങ്ങളുണ്ട്. 2 ദിവസം കൊണ്ട് കുറഞ്ഞാൽ മതിയായിരുന്നു. കുറേ ഇൻട്രസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടി ചെയ്യണോ അതോ എന്തെങ്കിലും ചെയ്യാം? ഇന്നലെ പോവല്ലേ, നമുക്ക് ഇവിടെ ഇറങ്ങാല്ലേ? ഇവിടെ മഴ തോന്നും. ഇനിയിപ്പോ നമുക്ക് പയ്യെ പോവാം. മഴ തോന്നല്ലോ അല്ലേ? മഴ നല്ല തോന്നി. പോവാം. അപ്പൊ ഇന്ന് ഡേ 2 ആണ് കേട്ടോ. ഡേ 1 നമ്മള് വീഡിയോ എൻഡ് ചെയ്യാൻ പറഞ്ഞു. എന്താ എൻഡ് ചെയ്യാഞ്ഞേ? നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് വഴിയിൽ നല്ല മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരുടെ നിന്ന് വന്ന് വീട്ടിൽ എത്തിയപ്പോ ഒരുപാട് താമസിച്ചു. അപ്പൊ ഈ കാര്യവും ഞങ്ങൾ മറന്നുപോയി. എൻഡ് ചെയ്യുന്ന കാര്യം, വീഡിയോയുടെ കാര്യം ഒക്കെ ഞങ്ങൾ അങ്ങ് മറന്നു. നേരെ ഇനി വീട്ടിൽ വന്നു കേട്ടോ. അപ്പം അച്ഛൻ ഇപ്പൊ എങ്ങനെ ഉണ്ടടാ? ഇപ്പൊ ചുമയൊക്കെ നല്ല കുറവുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് തോന്നുന്നു. ഇനി പോണെന്നുണ്ടെങ്കിൽ എന്തായാലും അവര് പിടിച്ച് എക്സ്റേ ഒക്കെ എടുപ്പിച്ച് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത്, പക്ഷെ ഇപ്പൊ നല്ല കുറവുണ്ട്. എന്തായാലും ഒരു ദിവസത്തോടെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ട്രാക്കിലോട്ട് വീണ്ടും വരുന്നതായിരിക്കും അല്ലേ? അതെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ് അച്ചു ചെയ്യേണ്ടത്? ഒന്ന് ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും അപ്പൊ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. താങ്ക് യു.